ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഈദൊക്കെ വരാൻ വേണ്ടി പോയി. നമ്മൾ ഈദ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോയി എന്നിട്ടാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ ലേറ്റ് ആയി പോയി. നമ്മൾ ഇങ്ങനെയൊന്നല്ല ഈദ് ഷോപ്പിന്റെ വീഡിയോ എടുക്കലും വീട്ടിലും ഒക്കെ. അതന്നെ 2 days മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി 2 ദിവസം മാത്രമേ. നമ്മളിപ്പോൾ ഇടുമ്പോൾ എന്തായാലും ശനിയാഴ്ച അന്ന് വീഡിയോ ഇടാം. പിന്നെ നമ്മള് എന്റെ വീട്ടിൽ വന്നിട്ട് കുറെ ദിവസമായി കേട്ടോ. നമ്മള് എപ്പോ ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ വരുന്ന വ്ളോഗ് ഇട്ടത്? നമ്മൾ വെള്ളിയാഴ്ചയാണ് ഇട്ടത്. പക്ഷെ നമ്മൾ വന്നത് വെള്ളിയാഴ്ച അല്ല ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെ ഒരു ദിവസം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്രയും ദിവസം നമ്മൾ ഇവിടെ തന്നെ നിന്ന് നമ്മൾ ആ ദിവസം ഒന്നും ഷോപ്പിങ്ങിന് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ച രാത്രിയും പിന്നെ അങ്ങനെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മള് കെൻസൂന് അവിടെ ഉണ്ട്, അപ്പുറത്ത് വന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വാലേക്കും അസ്സലാം. ആദ്യം നമുക്ക് കെൻസൂന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. നമ്മൾ ഇസ്മായിലിന്റെ മോള് കേട്ടാ, ഒരു ഡ്രസ്സ് എടുക്കണം. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഇപ്പോൾ അതിന് ശേഷം മർസിക്ക് മർസിന്റെ ഉമ്മാന്റെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വാനീന്റെ ഭാര്യക്ക് നദീറക്കും നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകുന്ന ആദ്യമായിട്ടാണ് അല്ലേ? അത് ശരിയാണ്. പോവാ. ചെരുപ്പിട്ടിട്ട് പോവാലോ. ഓക്കെ. നമ്മളെ ലൈഫിൽ ഒരു ബേബി വന്നതിന് ശേഷം നമ്മളൊരു ലൈഫിൽ തന്നെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും അല്ലെ? അതിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ബേബിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈസ്, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ, പിന്നെ ലീക്കേജ്, ഇവയെല്ലാം നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡയപ്പർ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇതൊന്നും നോക്കാണ്ട് നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേബിക്ക് ലീക്കേജ്, പിന്നെ അതുപോലെ തന്നെ റാഷസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. റാഷസ് എല്ലാം ബേബീസിന് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം അവർ അൺകംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മോക്ക് ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് കേട്ടോ. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബീന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഡയപ്പറിൽ നോക്കുന്നത് എന്ന് പറയുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ ഈ ഒരു ഡയപ്പറിൽ തന്നെ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല. പിന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ എയർ കംഫർട്ടാണ്. പിന്നെ നമ്മളെ ബേബീൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആൻറ്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് ഒന്നും തന്നെ വരില്ല കേട്ടോ. അലോവേറ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മളെ ബേബീസിന് 0 ഇറിറ്റേഷൻ ആണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബേബീസിന് യൂറിൻ നിറഞ്ഞോ എത്രത്തോളം ആയി എന്നല്ല മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഇത് ഇങ്ങനെ ഒരു യെല്ലോ ലൈന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ യെല്ലോ ലൈന് ബ്ലൂ ആണെങ്കിൽ നമ്മളെ ബേബീസിന്റെ യൂറിൻ ഇതിൽ നിറഞ്ഞെന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ അത് മാത്രമല്ല ഈ പാൻസിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് യൂസിന് ശേഷം ഡിസ്പോസ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാകുമ്പോൾ ഈ ഒരു പശ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പാൻസ് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഓരോ ബേബീസിൻ്റെ ഓരോ മന്ത് ഓരോ സൈസിലായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. പിന്നെ അവരെ വെയിറ്റും കാര്യമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം അമ്മ രണ്ടാളും ഒന്നിച്ചാട്ടാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ എതിരെ അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ അമ്മ രണ്ടാളും ഒന്നിച്ചൊന്ന് നീ ശ്വാസം ഒന്നും പിടിക്കണ്ട. അപ്പൊ നമ്മള് രണ്ടാള് വന്നപാടെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടോക്കിട്ടാ. ഞാൻ ഈ ഒരു ബ്ലാക്ക് ഇട്ടോക്കി, ഒളി യെല്ലോ ഇട്ടോക്കി. ആയി ഉറപ്പായില്ല ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെയിം തന്നെ തോന്നുന്നു അല്ലേ? നമ്മളിപ്രാവശ്യം ലേറ്റ് ആയി പോയി അല്ലേ മർസി വരാൻ വേണ്ടിട്ട്? ലാസ്റ്റ് ടൈമില് നമ്മള് സാധാരണ വെച്ചാല് ഇതിനാല് ഒരു പകുതി, അതായത് നോമ്പിന്റെ ആണെങ്കിൽ ഇതാണെങ്കിൽ ഒരു 10 ദിവസം മുന്നേ വീടുണ്ട്. ഇത് ഇട്ടിട്ടില്ല നീ? നമ്മള് കുറച്ച് ലേറ്റ് ആയി. എന്നാലും നമുക്ക് ഇവിടെയുള്ള കറക്ഷൻ ഒക്കെ കാണിക്കല്ലേ. ഈദ് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഈ നാട്ടിലുള്ളവരൊക്കെ നമ്മള് പെട്ടെന്ന് വന്നോളൂ കേട്ടാ. 2 ദിവസമേ ബാക്കിയുള്ളൂ. ശനി ഞായർ തിങ്കളാഴ്ച ഇത് ഉറപ്പന്നല്ലേ? മറ്റേതൊന്നും ഇല്ലല്ലോ. ഇതാ ഒരു ബ്ലാക്ക് പറഞ്ഞ ഇസ്മായിലെ ഡിസ്പ്ലേ ഇതാ.
പാർട്ടി വേണോ നീ ഇതിട്ടിട്ട് വാ നദീറ. ഇപ്പൊ ഏതാ ഇട്ടൊക്കെ പോകുന്നത്? ഇതാ ഞാൻ ഇതിപ്പിട്ടോക്കെ ഞാൻ നദീറാനോട് പറയാൻ ഇത് അടിപൊളിയാണത്. ഏത് ഈ ഡെനിമിന്റെ ഇതാ ഇതിട്ടൊക്കെ മസിയല്ല കത്തുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ചോപ്പും പച്ചയും മഞ്ഞയും എല്ലാ കളറും ഉള്ളത്. ഇതൊരു നമ്മളെ സറാറ പാന്റ് പോലെ വരുന്നത്, മുട്ടുവരെ ടോപ്പ് ആയിട്ട് നല്ല കല്യാണത്തിനെല്ലാം കൂടി പറ്റിയ അടിപൊളി സാധനം. അതിന്റെ ഇടയിൽ നമ്മളെ നദീറ പോയി കേട്ടോ, ഇസ്മായിലിന്റെ വൈഫും ഇസ്മായിലും പോയി. കാരണം കെൻസുവിന് ചെറിയൊരു പനി പോലെ ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് പോയി. പെരുന്നാളെല്ലാം അടുത്ത് വരുന്നല്ലേ, പിന്നെ ലേറ്റ് ആവണ്ട. അതന്നെ. ഓളാരെ എനിക്ക് ഇതിന്റെ മേലെ കയറ്റിയേ എന്താണ് ദേഷ്യ? ഇതിന്റെ 4 കളേഴ്സ് ഉണ്ട് കേട്ടാ. ഞാനൊന്ന് ഇപ്പൊ ഇട്ടിട്ടുള്ളതും പിന്നെ ഇതാ ഈ 3 കളേഴ്സും. ഇതിലും ഈ 4 കളേഴ്സ് വരുമ്പോ എല്ലാത്തും കളേഴ്സ് വരൂലേ? ഡിഫറെന്റ് പാറ്റേൺ ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് അങ്ങനെയായിരിക്കും അല്ലേ? ഇത് അമ്മ ഇട്ടതുപോലെ തന്നെ വേറെ മോഡൽ അതിന്റെ വേറെ മോഡൽ. സറാറ അല്ല ഇത്, പക്ഷെ പാന്റ് കുറച്ച് വീതി ആയിട്ട് വരുന്നുണ്ട്. നല്ല വർക്കാം. ഹെവി വർക്കിൽ തന്നെ ആയിരുന്നു പാർട്ടി വെയർ. അതിന്റെ കളേഴ്സ് വെള്ളം ഉണ്ട്, പിന്നെ ബ്ലൂ, പിന്നെ ഈ ഒരു കളർ. 4 കളേഴ്സ് നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ വരുന്നത്. പിന്നെ വരുന്നത് ഇങ്ങനത്തെ ടിഷ്യൂ സിൽക്കിൽ ഇങ്ങനത്തെ ടൈപ്പ്. ടിഷ്യൂ സിൽക്കാ? ടിഷ്യൂ ഓർഗാനിക് ഓപ്പണായി കാണിച്ചത്. ഈ പെരുന്നാൾക്ക് കൂടുതലായിട്ട് വന്നിട്ട് ഷാള് നെറ്റ ടൈപ്പ് വരുന്നല്ലേ? മറ്റേ നദീറ ഇട്ട അതേപോലത്തെ അതിന്റെ ഇത് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആണ് അല്ലേ? ഇതിന്റെ തുണിന്റെ എന്താ പറഞ്ഞേ? ഷിമ്മർ ക്ലോത്ത് ആണ് പറഞ്ഞിട്ടുണ്ടായത്. ഇതെല്ലാം ഒരേ ഫുള്ളായിട്ട് അത് സംഭവം തന്നെയാണ്. ഇതിന്റെ എത്ര കളേഴ്സാ? ഇതിന് അടിപൊളി ഗ്രീൻ ഉണ്ടല്ലോ. ഇതണ്ട, ഇത് അടിപൊളി ഗ്രീന്. പിന്നെ ഇത് ബ്ലാക്ക് അല്ല, ഒരു കോഫി ബ്രൗൺ ഗ്രീൻ അല്ല, ഇത് ചോക്ലേറ്റ് ഷിൻജ. ചോക്ലേറ്റ് ചിഞ്ചിനല്ല, എനിക്ക് സംഭവം കളർ അറിയില്ല. അതിൽ കിട്ടുന്ന പറയുന്നേ ചോക്ലേറ്റ്. നല്ലൊരു ഗ്രേ. ഇത് ഗ്രേ ഒന്നല്ല, ഗ്രേയാ. ഇത് ഗ്രേ ഒന്നല്ല. ഇത് ആർക്കും കളർ അറിയില്ല. എനിക്കറിയില്ല. ഇത് പച്ച കണ്ട ചുമല നീ പറ ഈ കളറിന്റെ പേര് പറ. ഇത് മില്ലോ. ഇത് മില്ലോ. ഇത് കൊറേ കളറായിട്ട് വരും. നമ്മൾ ഇട്ട് കഴിഞ്ഞാല് മാറി 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 വരും. ഇത് നോർമൽ പാർട്ടി വെയർ ടൈപ്പിന് നല്ല മെറ്റീരിയൽ, അത്ര റേഞ്ചും ഉണ്ടാവും. ഇത് ഷാളിതാ നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്, നല്ല വിളിച്ചിട്ടുണ്ട്. എല്ലാ കളേഴ്സും പൊടിച്ചുള്ളത്. പിന്നെ ഒരു കളർ ഡിസ്പ്ലേ ഇട്ടിട്ടാ ഇതല്ലേ ഇതിന്റെ ഇപ്പൊ കാണിച്ചത്. ഇപ്പൊ ഏതാ പോകുന്നത്? ഇത് വേറെ ഒരു ടൈപ്പ് സറാറ. നല്ല ഹാൻഡും താഴെ നല്ല വർക്ക് കഴിക്കും. ഇവിടെ താഴെ നല്ല വർക്ക്, പാൻറ് നല്ല വർക്കിൽ. ഇതിന്റെ ബ്ലാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഒരു നല്ല പാർട്ടി നല്ല ഇതിന്റെ 3 കളേഴ്സിനാണ് കേട്ടോ ഈ സാധനത്തിന്റെ കളറും കാണിച്ചോ? അതിന്റെ കളർ ഒന്ന് ഡിസ്പ്ലേ ഇട്ടിട്ടുള്ള, പിന്നെ ബ്ലാക്ക് വരും. അവിടെയാണ് ബ്ലാക്ക്. ഇനിയിപ്പോ കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് മറ്റേ വീനക്കില്ല, മസ്ലിംഗ് ക്ലോത്തിൽ പ്രിന്റഡ്. അമ്മായി നേരത്തെ ഇട്ട് നോക്കില്ല, ഫസ്റ്റ് ഇട്ട് നോക്കിയ സാധനത്തിന്റെ പ്രിന്റഡ്. ഇതിന് ഇതും പിന്നെ എല്ലായിട്ടും പോകുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് പോകുന്ന ഐറ്റമാണ് ഈ ഐറ്റം. ഇതിന്റെ കളേഴ്സ് ഉണ്ടല്ലേ? അതിന്റെ കളർ സൈസ് ഉണ്ടാവും. അതിന്റെ വേറെ പ്രിന്റും പാറ്റേണും ഡിഫറെന്റ് ആയിട്ട് വേറെ പ്രിന്റ്. ഇത് മറ്റേ റിംഗ് ഇട്ടോക്കിയതാ? ലതീർ ഇട്ടോക്കിയതാ? അല്ല അത് വേറെ ഐറ്റം.
ഇതെല്ലാം അതിന്റെ പ്രിന്റിലായിരുന്നു. വേറെയും കുറെ എല്ലാം വി ഷേപ്പ് നെക്കല്ലേ, എല്ലാം വീനക്കിലായിരുന്നു. ഇങ്ങനത്തെ വീനക്കിൽ തന്നെ ചെറിയ മിറർ വർക്ക്. ഇത് നമ്മള് കഴിഞ്ഞ ഇതിന് അതായത് നോമ്പിന്റെ വരുന്ന സമയത്ത് വന്നത് ഇതേപോലത്തെ ഇതേ സെയിം ഫാബ്രിക് ആണ്. ഫാബ്രിക്കിന് ഈ ഇതേപോലത്തെ ഒരു ഇതില് ഇത്ര വരെ ഷ്രഗ് പോലായിട്ട് വരുന്നത്, ബാക്കി ഓപ്പൺ ഇങ്ങനെ ഇപ്പൊ കഫ്ത നമ്മളെ കടവാതിൽ കാണിച്ചിട്ട് കൈ ഇങ്ങനെ നല്ല കടവാതിൽ കാണും. അതന്നെ ഇത് അതിന്റെ കളേഴ്സ് 7 കളേഴ്സ് ഉണ്ട്. 7 കളേഴ്സ് കഫ്തല്ലേ. ഇതിന്റെ കളേഴ്സ് നമ്മളെ ഇൻസ്റ്റയിൽ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സാധനം ഇൻസ്റ്റയിൽ വിടും കേട്ടോ. ഇൻസ്റ്റയില് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ. ഇതിന് ശേഷം ഇനി എന്തായാലും ഉണ്ടാവില്ല ഡെലിവറിയിലും. അതെ അതെ, ഇതെന്തായാലും എത്തിയില്ല. ഈ 2 ദിവസമല്ലേ ഉള്ളൂ. നമ്മള് കൊറേ ലേറ്റ് ആയി പോയി. ഇതെന്താ ഇത് ഇമ്പോർട്ടഡ് കൊറിയൻ ടൈപ്പ്, ഫുൾ ലെങ്ത് അല്ല, ഒരു നീ ലെങ്ത്. നീലത്തിരി കുറച്ച് താഴെ ഉണ്ടാവും. ഇനി നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ഫാബ്രിക് ആണ്. ഫുള്ളറിൽ വരുന്നത് താഴെ വാർത്തുന്നുണ്ട്. അതിന്റെ തന്നെ വേറെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടില്ലേ, അതേപോലെ മോൾഡ് ഇങ്ങനത്തെ റേറ്റ് വരും. അതിന്റെ സൈസ് മാറ്റല്ലേ. ഇത് ഇമ്പോർട്ടഡാ. ഓക്കെ ഏകദേശം ഇതേപോലത്തെ കൊറിയൻ ടൈപ്പ് അങ്ങനത്തെ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. അതിന് നല്ല ഇതേപോലത്തെ വേറെ ടൈപ്പ് എടുത്തില്ലേ, അല്ല ഇങ്ങനത്തെ അതിന്റെ ബ്ലൂ വേറൊരു റോസ് കളർ. എന്താ നിങ്ങളെ ഒന്നിച്ച് കളിക്കാനാ പറയുന്നത്. ഇവിടെ നിട്ടാ ഒളിച്ച് കളിക്കാനാ പറയുന്നത്. ഇതെന്നെ പരിപാടി. ഓടി കളിക്കാൻ വേണ്ട ബാപ്പയില്ലേ, കുറച്ച് ഷർട്ട് കാണിച്ചു കൊടുക്കട്ടെ കേട്ടാ. ഷർട്ട് ഇത് മൊത്തം 699 വരുന്നത്. 699 പീസ് ഇതെല്ലാം ഇൻസ്റ്റ ഇൻസ്റ്റയിൽ റീൽ ഇട്ടിരുന്ന ഇതൊരു ഷോർട്ട് ലെങ്ത് വരുന്ന ഓവർ സൈസിൽ തന്നെ. ഒന്ന് എടുത്ത് കാണിച്ചോ, എന്നിട്ട് എല്ലാം ഒരേ സൈസ് ലെങ്ത്തും കാര്യമെല്ലാം സെയിം ആയിരിക്കും. ഹാങ് ചെയ്തിട്ടുണ്ടോ വേറെ പ്രിന്റ്? അത് ഫ്രണ്ടിലതാ. ഇതാന്ന് കേട്ടോ സാധനം. എന്താ മോളെ വരുന്നു മോളെ? ഇത് നമ്മളെ ചാർലിന്റെ ഡ്രസ് ഷർട്ട് വരുന്നുണ്ടോടാ. ആ പാന്റ് ഉണ്ടല്ലേ. ശരിയാന്ന് കേട്ടല്ല. ആ മോളെ വരുന്നേ. ബാപ്പ ഈ ഷർട്ടിലൊന്ന് കാണിച്ചു കൊടുക്കും. ഇതല്ലേ 699 കേട്ടോ. ഇത് വരെ വരുന്നത് ഇവിടെ വരെ. എന്താ എടുത്തില്ല. നമ്മള് മറ്റേ നദീറ പെട്ടെന്ന് പോയതുകൊണ്ടാ അല്ലേ. അവിടെ എല്ലാരും ഒന്നിച്ച് തന്നെ എടുക്കാൻ. ഡ്രസ് നോക്കിട്ടില്ലല്ലേ പറയും പോലെ. നോക്കിട്ടില്ല, ഞാൻ എടുത്ത്. പിന്നെ സായറാക്കുള്ളത് എടുത്ത്, ഉമ്മാക്കുള്ളതും എടുത്ത്. ഇനി നദീറ വന്നിട്ട് നദീറാക്കുള്ളതും കൂടി ഫിക്സ് ചെയ്യാം അല്ലേ. എന്താ ഡോക്ടറെ കാണിച്ചിട്ട് എന്തോ പറഞ്ഞാ വിളിച്ചിട്ടില്ലല്ലേ. വിളിച്ചിട്ടില്ല, അവിടെ എത്തി. നമുക്ക് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ പോവാട്ടാ. ഇത് പ്രമാണിച്ചിട്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വന്നിട്ട്. ഇതെല്ലാം പുതിയ സാധനം വന്നിട്ട് നമുക്ക് ഇപ്പൊ എല്ലാം കാണിച്ചു തരാൻ കഴിയില്ല. അവിടെ ഇപ്പൊ അങ്ങനെ മറ്റുള്ള ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ബേബിക്ക് വിശക്കുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെ തീർത്തിട്ട് പോകും. മെയിൻ ആയിട്ടുള്ള കുറച്ചെണ്ണം മാത്രം നമ്മള് കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ ഡ്രസ് എടുക്കാത്തവരെന്താ വേഗം തന്നെ സിവ ബൊട്ടിക്കിൽ വരാം. സിവ ബൊട്ടിക്കിലേക്ക് വരാം. പിന്നെ എന്താ പറയാ, ഇനി ഓൺലൈനിൽ എന്തായാലും നമുക്ക് ഡെലിവറി ചെയ്യാൻ 2 ദിവസം കൊണ്ട് നടക്കൂല. അവിടെ 10 ദിവസം മുമ്പ് വീഡിയോ എടുക്കണായിരുന്നു അല്ലേ. നമുക്ക് എന്തായാലും മിസ്സായി പോയി അങ്ങനെ. അപ്പൊ നമ്മൾ ഷോപ്പിംഗിൽ ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻട്രോ ഒക്കെ പറയുന്നത് ഈ ഒരു സമയത്ത് ഇന്നലെ രാത്രി അങ്ങനെ സമയമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത് മാത്രല്ല, നമ്മള് നെസു ബേബിക്കില്ലേ ഡ്രസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത്, സോറി കെൻസുബിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കുറച്ച് ഡ്രസ് വാങ്ങിച്ച്. നമ്മള് ഡ്രസ് എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാല് ഒരു നല്ല സാധനം കിട്ടൂല. അപ്പൊ കണ്ടപ്പോ അങ്ങനെ നല്ലതാണെന്ന് തോന്നിട്ട് അങ്ങനെ എടുത്ത്. പിന്നെ കൊറേ ആൾക്കാര് ചോദിക്കലുണ്ട്. അപ്പൊ നെസൂന് മെയിൻ ആയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പ് ഫോക്കസ് ചെയ്തിട്ടാണോ ഡ്രസ് എടുക്കല്. നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഏതാണോ നല്ലത് കാണുന്ന ഏത് ഷോപ്പ് എന്നായാലും അങ്ങ് എടുത്തോളൂ. ഇപ്പൊ നമ്മള് എന്റെ മസ്തിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയതാ. അപ്പൊ പോന്ന വഴിക്ക് തന്നെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ അത് മാത്രല്ല, ഓക്ക് ഡ്രസ് എടുക്കണം എന്ന് പറയുന്നുണ്ട് നിസ്മൂര് ഷോപ്പിന്ന്. ഇന്നലെ പാതി വഴിക്ക് വെച്ച് നിർത്തല്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഓള് എടുത്തിട്ടില്ല. അപ്പൊ ഓക്ക് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചേ. ഓളെ അവന്റെ ലിപ്സ്റ്റിക്കിന്റെ അടിയില് ഇതില്ലേ സ്റ്റിക്കർ എടുത്തിട്ട് ഓളെ മുഖത്തൊട്ടിച്ചേ. ചെരുപ്പിട്. ഒരാളും കൂടി ഉണ്ട് നമ്മളെ അനിയന്റെ സിറാജിന്റെ മോളും കൂടി ഉണ്ട്. ഉറങ്ങാൻ പോയി തോന്നുന്നു. വാ വാ വാ, നമ്മൾക്ക് പോവണ്ടേ? അതെടുത്തോ. വാ, ഇതിന് വരുമെന്നറിയാം.
ഇതിന് വരുവാ പെരുന്നാളിന് വരുവാ വരുമല്ലേ ആ ഇതിന് വരും ആ അപ്പുറം ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് ആ പോത്തിനെ നോക്കിക്കുക താടി മീശ കുത്തിന്നാ പറയുന്നത്. ആ കൻസ്യൂമിങ് കൊടുക്കട്ടെ ഓക്കെ പെരുന്നാളിന് വരണേ ആ 2 ദിവസം ഇങ്ങനെ വരും മറ്റന്നാൾ. ബൈ. ഇപ്പൊ വരുന്നേ അസ്സലാമലൈക്കും. അപ്പം അവിടെ പോകുന്ന വഴിക്ക് നമ്മളെ അനിയൻ്റെ ഭാര്യനെ അവിടെ ഷോപ്പിൽ നോക്കണം, ഡ്രസ്സ് എടുക്കണം, പിന്നെ നേരെ വീട്ടിലേക്കല്ലേ. ഗൈസ് നമ്മളങ്ങനെ നമ്മളെ മെർസിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. മിസ് ബേബി കാറിന് നല്ല ഉറക്കുണ്ടായി. നമ്മള് ശരിക്കും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇസ്മായിലിന്റെ ഷോപ്പിലേക്ക് പോയി ഇവിടെ നദീറാക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഡ്രസ്സൊക്കെ നോക്കി അതിനുശേഷം നദീറാനെ അവിടെ നദീറാന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മള് തിരിച്ചു വരുന്നിട്ടാ. അപ്പൊ ഡ്രസ്സ് എടുക്കുമ്പോ നമ്മള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ നല്ല തിരക്കുണ്ട്. നമ്മളവിടുന്നില്ലേ നദീറ ഓൾറെഡി നമ്മ ഇങ്ങനെ കൊണ്ടാക്കാൻ പോകുന്നുള്ളത് അവള് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു ചായയൊക്കെ ആക്കിയിട്ടുണ്ടായി. ചായയും കടയിലാക്കി നമ്മള് പ്രതീക്ഷിക്കാണ്ട്. പിന്നെ അത് മാത്രല്ല നസ അവിടെ എത്തിയും പറഞ്ഞ കാമാന്റെ വീട്ടിൽ കയറണോ എന്ന് പറഞ്ഞിട്ട് നമ്മള് പെട്ടെന്ന് അവിടെ എന്താ പറയാ അവിടെ ആക്കിയിട്ട് അവിടെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരാനൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ എത്തിയോ നസ് ബേബി ഇല്ല, ആമാന്റെ വീട്ടിൽ കയറണോ കെൻസുവിനെ കാണണോ വളരെ കരച്ചില്. ലാസ്റ്റ് അവര് ഇങ്ങോട്ടേക്ക് വരുമ്പോ രണ്ടാളും ഭയങ്കര കരച്ചിലുണ്ടായി. കുറച്ച് ദിവസമായില്ലേ, 4-5 ദിവസമായില്ലേ ഒന്നിച്ചവര്. അപ്പൊ അതിന്റെ ഒരു നല്ലോണം കരണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്തത് ഈദിന്റെ വ്ളോഗ് കേട്ടാ. അപ്പൊ ആരെങ്കിലും ഷോപ്പ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് പോയിക്കോട്ടാ. ഇനിയിപ്പോ ആകെ ഒറ്റൊരു ദിവസം നാളെ ഒരു ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സെല്ലാം എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഈദിന്റെ വ്ളോഗ് കാണാം. അതായിരിക്കും. ബൈ.